കഴിഞ്ഞ ദിവസം ഞാനൊരു പത്രവാർത്ത കാണാനിടയായി. അതിനെ സംബന്ധിച്ചുള്ള വാർത്തയാണിത്. അതായത് ഒരു പഴയ ചൊല്ലുണ്ട്, നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് പറയണം. രാഷ്ട്രീയം ഏതായാലും നിറം ഏതായാലും ഒരു നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു കരുത്തുറ്റ കരമുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ മടിക്കുന്നത് എന്തിനാണ്? ഒരു നാടിന്റെ വികസനം എന്നാൽ കേവലം റോഡുകളോ കെട്ടിടങ്ങളോ മാത്രമല്ല, മറിച്ച് അവിടുത്തെ മനുഷ്യരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക സുരക്ഷ എന്നിവയിൽ ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ്. കൊട്ടാരക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നമ്മൾ കാണുന്നത് ഇത്തരമൊരു സമഗ്രമായ മാറ്റമാണ്. ആ മാറ്റമാണ് എന്നെ ഈ വാർത്ത ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൊട്ടാരക്കരയുടെ വികസന ഗാഥ ആരംഭിക്കുന്നത് KN ബാലഗോപാൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ദർശനത്തിൽ നിന്നാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന അദ്ദേഹം പാർലമെന്ററി കാര്യങ്ങളിൽ അവിടെ പുലർത്തുന്ന അസാധാരണമായ അറിവും വിനയവും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു. ഒരു മന്ത്രി എന്ന ഗാംഭീര്യമില്ലാതെ ഏത് സാധാരണക്കാരനും എപ്പോഴും സമീപിക്കാവുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. മണ്ഡലത്തിലെ ഒരു കല്യാണ വീടായാലും മരണ വീടായാലും സജീവ സാന്നിധ്യമാകുന്ന അദ്ദേഹം ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. ഈ ജനകീയത തന്നെയാണ് വികസന പ്രവർത്തനങ്ങളിൽ ആസൂത്രണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കരുത്താകുന്നത്. ഞാൻ തന്നെ മുമ്പ് പിണറായി മന്ത്രി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിമർശിച്ച ഒരുപാട് വാർത്തകളുണ്ട്. എന്നാൽ ഇത്തവണ ഞാൻ ഇദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ട് വാർത്ത ചെയ്യുന്നതിന് കാരണം കൊട്ടാരക്കരയുടെ മാറ്റമാണ്. രാജ്യസഭാ അംഗമായിരുന്ന കാലത്ത് പാർലമെന്റിൽ അദ്ദേഹം ഉയർത്തിയ ശബ്ദങ്ങൾ ഇന്നും ശ്രദ്ധേയമാണ്. നിയമസഭയിലും ധനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം പുലർത്തുന്ന സാമ്പത്തിക അച്ചടക്കവും വികസന കാഴ്ചപ്പാടും കൊട്ടാരക്കര മണ്ഡലത്തിലെ പദ്ധതികളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. വിഭവങ്ങൾ എങ്ങനെ പരിമിതമായ സാഹചര്യത്തിലും ഫലപ്രദമായി വിനിയോഗിക്കാം എന്നതിന് അദ്ദേഹം കൊട്ടാരക്കരയെ ഒരു മാതൃകയാക്കി മാറ്റി. ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് വിദ്യാലയങ്ങളാണ്. കൊട്ടാരക്കരയിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ വിസ്മയിപ്പിക്കുന്നു. കൊട്ടാരക്കര മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സർക്കാർ സ്കൂളുകളും ഇന്ന് ഹൈടെക് ആണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ, അത്യാധുനിക ലാബുകൾ, ഡിജിറ്റൽ ക്ലാസ് മുറികൾ എന്നിവ ഓരോ ഗ്രാമീണ സ്കൂളുകളിലും ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് സ്വകാര്യ സ്കൂളുകളെ ആശ്രയിച്ചിരുന്ന രക്ഷിതാക്കൾ ഇന്ന് അഭിമാനത്തോടെ തങ്ങളുടെ മക്കളെ സർക്കാർ സ്കൂളുകളിലേക്ക് അയക്കുകയാണ്. പല സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായി കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചത്. മൈതാനങ്ങളുടെ നവീകരണം, കുടിവെള്ള സൗകര്യം, ആധുനികമായ ശുചിമുറികൾ എന്നിവയെല്ലാം വഴി കുട്ടികൾക്ക് പഠിക്കാൻ മികച്ച അന്തരീക്ഷം ഒരുക്കി. കൊട്ടാരക്കര ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ മാറ്റം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, തീർച്ചയായും KN ബാലഗോപാൽ എന്ന മന്ത്രി കൊട്ടാരക്കരയിൽ വീണ്ടും വിജയിച്ചിരിക്കും. എന്തായാലും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് തിരിച്ചറിഞ്ഞ ജനപ്രതിനിധിയാണ് അദ്ദേഹം. പാവപ്പെട്ടവർക്ക് മികച്ച ചികിത്സ സൗജന്യമായി അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്തുള്ള താലൂക്ക് ആശുപത്രി ഇന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോട് കിടപിടിക്കുന്ന നിലയിലാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള മൾട്ടി സ്റ്റോറി കെട്ടിടങ്ങൾ ആശുപത്രിയിൽ ഉയർന്നു. മണ്ഡലത്തിലെ വൃക്ക രോഗികൾക്ക് ആശ്വാസമായി വലിയൊരു ഡയാലിസിസ് യൂണിറ്റ് തന്നെ സജ്ജീകരിച്ചു. മുമ്പ് കൊല്ലത്തോ തിരുവനന്തപുരത്തോ പോകേണ്ടി വന്നിരുന്ന അത്യാഹിത വിഭാഗം കേസുകൾ ഇന്ന് കൊട്ടാരക്കരയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നു. ഒരു വയനാട് സ്വദേശി എന്ന നിലയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ഞങ്ങൾ വയനാട്ടുകാർക്ക് ഈ ഒരു വാർത്ത വളരെയേറെ ഒരു അത്ഭുതമോ അല്ലെങ്കിൽ പ്രതീക്ഷയോ അല്ലെങ്കിൽ സന്തോഷമോ ഒക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം. കൂടാതെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കാൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ അദ്ദേഹം നവീകരിച്ചു. വൈകുന്നേരം വരെ നീളുന്ന OP സൗകര്യങ്ങളും മികച്ച മരുന്ന് ലഭ്യതയും എല്ലാം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. കൊട്ടാരക്കരയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള റോഡ് വികസനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ BM and BSc നിലവാരത്തിൽ റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചു. മഴക്കാലത്ത് റോഡുകൾ തകരുന്ന അവസ്ഥയ്ക്ക് ഇതോടെ വലിയൊരു മാറ്റം വന്നു. ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. പ്രധാന റോഡുകൾ മാത്രമല്ല, ഉൾനാടൻ ഗ്രാമങ്ങളിലെ റോഡുകൾ പോലും കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ വഴി ഗതാഗത യോഗ്യമാക്കി. പതിറ്റാണ്ടുകളായി തകർന്നു കിടന്നിരുന്ന പല പാലങ്ങളും പുനർനിർമ്മിച്ചു. ഇത് യാത്രാദൂരം കുറയ്ക്കാനും ചരക്ക് നീക്കം സുഗമമാക്കാനും സഹായിച്ചു. യാത്രക്കാരുടെ തിരക്കേറിയ കൊട്ടാരക്കര KSRTC സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതികൾ അദ്ദേഹം നേരിട്ട് നിരീക്ഷിക്കുന്നു. മികച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ശുചിമുറികൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി വരികയാണ്. കൊട്ടാരക്കര ഒരു കാർഷിക പാരമ്പര്യമുള്ള പ്രദേശം കൂടിയാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ അദ്ദേഹം അവർക്ക് താങ്ങായാണ് നിലകൊള്ളുന്നത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുന്നതിനായി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. കൃഷിക്ക് ആവശ്യമായ വെള്ളം ഉറപ്പാക്കാൻ തോടുകളുടെ ആഴം കൂട്ടുകയും ചെറുകിട ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ കർഷകർക്ക് നേരിട്ട് വിൽക്കാൻ കഴിയുന്ന ആധുനിക മാർക്കറ്റുകളും സ്ഥാപിച്ചു. യുവതലമുറയ്ക്ക് മണ്ഡലത്തിൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി അദ്ദേഹം പ്രത്യേക ശ്രദ്ധ നൽകുന്നു.
യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം നൽകുന്നതിനായി വിവിധ സെന്ററുകൾ ആരംഭിച്ചു. ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം ലഭിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന അദ്ദേഹം കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പയും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വിപണിയും ഒരുക്കി നൽകി. കൊട്ടാരക്കരയുടെ തനതായ കലാരൂപമായ കഥകളിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ് എല്ലാ മേഖലയിലും വേണ്ടത്. കൊട്ടാരക്കരയുടെ ചരിത്രം വിളിച്ചോതുന്ന സ്മാരകങ്ങളും മ്യൂസിയങ്ങളും നവീകരിക്കാൻ അദ്ദേഹം ഫണ്ട് അനുവദിച്ചു. യുവാക്കൾക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ആധുനിക സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നു. ഗ്രാമങ്ങളിലെ ചെറിയ കളിസ്ഥലങ്ങൾ പോലും സംരക്ഷിക്കപ്പെടുന്നു. മറ്റ് പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് പരാതികളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടിയാണ്. ഇനി അതൊന്ന് ഞാൻ എടുത്തെടുത്ത് പറയാം. അതായത് ഒന്നാമത് അദാലത്തുകളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ അദ്ദേഹം മണ്ഡലത്തിൽ നിരന്തരം അദാലത്തുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പട്ടയ പ്രശ്നം, റേഷൻ കാർഡ് പ്രശ്നങ്ങൾ തുടങ്ങി നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെടുന്നു. അതായത് ഒരു കൗൺസിലറുടെ അത്രത്തോളം താഴെത്തട്ടിൽ വരെ അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. 2, ദുരന്ത നിവാരണം. പ്രളയമോ കോവിഡോ ആകട്ടെ, കൊട്ടാരക്കരയിലെ ഓരോ വീടിന്റെയും അവസ്ഥയിൽ അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. പരിസ്ഥിതി സംരക്ഷണം. മണ്ഡലത്തിലെ കുളങ്ങളും പുഴകളും സംരക്ഷിക്കുന്നതിനായി പുനർജനി പോലെയുള്ള പദ്ധതികൾക്ക് അദ്ദേഹം വലിയ പിന്തുണ നൽകുന്നുണ്ട്. വികസനം എന്നത് ഒരു തുടർച്ചയാണ്. KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ചെയ്യുന്നത് വെറും വോട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കെട്ടിപ്പടുക്കലാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. തനിക്ക് വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒരുപോലെ വികസനം എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. പണം എവിടെ ചെലവാക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കൊട്ടാരക്കരയുടെ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഓടി നടക്കുകയാണ്. ഈ വാർത്തയിൽ ഞാൻ കണ്ടതും അത് തന്നെയാണ്. അതായത് ഒരു പ്രദേശത്തെ എല്ലാ മേഖലകളും അദ്ദേഹം കൈതൊട്ട് എത്തുകയാണ്. ഇന്ന് നമ്മൾ കൊട്ടാരക്കര തുടക്കം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. IT മേഖലയും ടൂറിസം മേഖലയിലും കൊട്ടാരക്കരയ്ക്ക് വലിയ സാധ്യതകളുണ്ട്. സദാനന്ദപുരം പോലെയുള്ള സ്ഥലങ്ങളെ കൂടുതൽ വികസിപ്പിക്കാനും കൊട്ടാരക്കരയെ തെക്കൻ കേരളത്തിലെ ഒരു പ്രധാന വിദ്യാഭ്യാസ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാനുമുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. അതെ, നല്ലത് കണ്ടാൽ നല്ലത് പറയുക എന്നത് മാന്യതയാണ്. അതാണ് ഞാൻ ഇവിടെ പാലിക്കുന്നത്. KN ബാലഗോപാൽ എന്ന നേതാവ് തന്റെ മണ്ഡലമായ കൊട്ടാരക്കരയെ വികസനത്തിന്റെ പുതിയ ആകാശങ്ങളിലേക്ക് നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ ചുവടും നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിട്ടാണ് തോന്നുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി കൊട്ടാരക്കരക്കാർ ഇന്ന് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജനപ്രതിനിധി ഞങ്ങൾക്ക് തണലാണെന്ന്. ഈ വികസന യാത്രയിൽ അദ്ദേഹം പുലർത്തുന്ന സത്യസന്ധതയും അതുപോലെ തന്നെ അർപ്പണബോധവും ഒക്കെ വരുംകാല രാഷ്ട്രീയക്കാർക്ക് ഒരു വലിയ പാഠപുസ്തകമാണ്. അതുതന്നെയാണ് ഈ വാർത്തയുടെ ലക്ഷ്യവും. കൊട്ടാരക്കരയുടെ മണ്ണിൽ അദ്ദേഹം പാകിയ വികസനത്തിന്റെ വിത്തുകൾ വരും തലമുറകൾക്ക് തണലേക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും കൊട്ടാരക്കര മണ്ഡലത്തിന്റെ വികസനം കേവലം നഗരകേന്ദ്രീകൃതവുമല്ല, അതും KN ബാലഗോപാലിന്റെ പ്രത്യേകതയാണ്. മണ്ഡലത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തിലും കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം നടത്തുന്ന സന്ദർശനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുക്കാൻ നേരത്ത് ഒരുപാട് മന്ത്രിമാരും MLA മാരും എല്ലാം പൊട്ടിമുളച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ജയിച്ച അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം അവിടെ സജീവമാണ്. കരീപ്ര, എഴുകോൺ, നെടുവത്തൂർ, വെളിയം, ഉമ്മന്നൂർ, മൈലം എന്നീ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ജലജീവൻ മിഷൻ പദ്ധതികളും പ്രാദേശിക കുടിവെള്ള പദ്ധതികളും അദ്ദേഹം ഏകോപിപ്പിച്ചു. ഓരോ വീട്ടിലും ശുദ്ധജലം എത്തുക എന്നത് ഒരു അവകാശമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നെടുവത്തൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്കും എഴുകോൺ മേഖലയിലെ വ്യവസായ സംരംഭങ്ങൾക്കും അദ്ദേഹം നൽകുന്ന പിന്തുണ എടുത്തു പറയേണ്ടതാണ്. പഴയ കശുവണ്ടി ഫാക്ടറികളുടെ പുനരുദ്ധാരണവും തൊഴിലാളികളുടെ ക്ഷേമവും അദ്ദേഹത്തിന്റെ മുൻഗണനാ പട്ടികയിലുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ മണ്ഡലത്തിൽ വ്യാപകമാക്കി. താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ടിടപെട്ട് തീർപ്പാക്കാനും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു താല്പര്യം അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. വയോജനങ്ങൾക്ക് വേണ്ടി പകൽ വീടുകൾ നവീകരിക്കാനും അവർക്ക് ആവശ്യമായ മാനസിക ശാരീരിക പിന്തുണ ഉറപ്പാക്കാനും അദ്ദേഹം പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ടൂറിസം സാധ്യതകളും കൊട്ടാരക്കര തമ്പുരാന്റെ സ്മരണാർത്ഥമുള്ള കലാകേന്ദ്രങ്ങളും വികസിപ്പിക്കുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയിലും വലിയ വലിയ മാറ്റങ്ങൾ അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട്. പ്രാദേശികമായ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാംസ്കാരിക കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും അദ്ദേഹം മുൻകൈയെടുത്തു. ഞാൻ ഈ വാർത്ത ചെയ്തു തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന്റെ ഓരോ നേട്ടങ്ങളും അദ്ദേഹം ചെയ്ത ഓരോ പ്രവർത്തികളുമാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് തീരുന്നില്ല. കൊട്ടാരക്കരയെ ഒരു സ്മാർട്ട് സിറ്റിയാക്കി മാറ്റാനുള്ള ദീർഘകാല പദ്ധതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആധുനികവൽക്കരിക്കുക, പിന്നെ തെരുവ് വിളക്കുകൾ പൂർണ്ണമായും LED ആക്കുക, പ്രധാന ജംഗ്ഷനുകളിലൊക്കെ CCTV ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കുക എന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. KN ബാലഗോപാൽ എന്ന ജനപ്രതിനിധി കൊട്ടാരക്കരയുടെ മണ്ണിൽ നടപ്പിലാക്കുന്നത് വെറും നിർമ്മാണങ്ങളല്ല, മറിച്ച് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു വികസന സംസ്കാരമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം കൊട്ടാരക്കരയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹവും വിശ്വാസമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നാട്ടുനടപ്പ്
കൊട്ടാരക്കരക്കാർ ഇന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതും രാഷ്ട്രീയത്തിലും എല്ലാം ഉപരി അവർ മനുഷ്യന്മാരെയാണ് കാണുന്നത്. അതെന്തായാലും കയ്യടി അർഹിക്കേണ്ട അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഈ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.